ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ എൻ്റെ സ്റ്റൈലിൽ ഒരു മന്തി ഉണ്ടാക്കാമെന്നാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചിക്കൻ, പിന്നെ സെല്ലയുടെ ബസ്മതി റൈസ്, അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ. പിന്നീട് നമ്മൾ പോകുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്നാണ്. സവാള, ഒരു ക്യാപ്സിക്കം, ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് ഓപ്ഷണലാണ്, അതൊരു ടൊമാറ്റോ പേസ്റ്റാണ്. പിന്നെ ഹോൾ സ്പൈസസ്, ചിക്കൻ ക്യൂബ്സ്. ഇതാണ് എൻ്റെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ. സോ ബേസിക്കലി ഈ മന്തി ചെയ്യുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മുടെ പയ്യന് റെഡി ആയിട്ടിരിക്കുകയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിലും ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഈ മന്തി റെഡിയാക്കാൻ സാധിക്കുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. സവാള ഓപ്ഷണലാണ്, ഇട്ടില്ലേലും ഒരു പ്രശ്നമൊന്നുമില്ല. ക്യാപ്സിക്കം ഏത് കളറാണെങ്കിലും അതൊന്നും പ്രശ്നമേ അല്ല. മഞ്ഞ, ചുവപ്പ്, പച്ച ഏത് വേണമെങ്കിലും ഇടാം. പിന്നീട് നമ്മുടെ ഹോൾ സ്പൈസസിനകത്ത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഉണക്ക നാരങ്ങ, ഇങ്ങനെയുള്ളത്. പിന്നെ എൻ്റെ സ്റ്റൈലിൽ എന്ത് സാധനം അവൈലബിൾ ഉണ്ടോ അത് വെച്ചായിരിക്കും ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നത്. ഈ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കൈ കിട്ടുന്ന വെക്കുക, പരിപാടി തീർക്കുക. അതാണ് ഈസി പരിപാടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ വൺസ് അതിൻ്റെ ചോപ്പിംഗ് പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ ചിക്കനകത്ത് മാരിനേറ്റ് ചെയ്യുക. സോ ഞാൻ ഒരു ക്വാണ്ടിറ്റി പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല ഇപ്പം. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ഇനിയിപ്പം പയ്യെ ഞാൻ ക്വാണ്ടിറ്റിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം. മാക്സിമം 1 കിലോ ചിക്കൻ, ഇത്ര കിലോ റൈസ്, അങ്ങനെ പറഞ്ഞ്. സോ ഇതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ ചിക്കൻ ക്യൂബ്സ് നമ്മുടെ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ചിക്കൻ ക്യൂബ്സാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഉപ്പ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചിക്കൻ ക്യൂബ്സിനകത്ത് ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. സോ വൺസ് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ബോയിലായി വരുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് നമുക്ക് പാകത്തിനുണ്ടെങ്കിൽ അഡീഷണൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വൺസ് ചിക്കൻ ക്യൂബ്സ്, ക്യാപ്സിക്കം ആൻഡ് ഒണിയൻ, പിന്നീട് നമ്മുടെ ഹോൾ സ്പൈസസ്, ഇതെല്ലാം കൂടി നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓവർനൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം ചിക്കനിൽ ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടി കയറി നല്ലൊരു ഫീൽ കിട്ടും. പിന്നെ കുറച്ച് പെപ്പർ കോൺസും റോ ആയിട്ടുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനെന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ മന്തി എന്ന് പറഞ്ഞാൽ സ്പൈസി അല്ല, പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മന്തിയാണ്. സോ ഒരു പെപ്പർ കോൺ ഉള്ളപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്പൈസ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ ബൈറ്റ് എടുക്കുന്ന സമയത്ത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ എപ്പോഴും ഞാൻ ബോട്ടിലാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ടൊമാറ്റോ ഗാർലിക്, റോസ്റ്റഡ് ഗാർലിക്കിൻ്റെ ഒരു പേസ്റ്റ് ഇരിക്കുന്നുണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് അതും കൂടി എടുത്തേക്കാമെന്ന് പറഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. അതും ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ എനിക്ക് സ്വല്പം ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഓൾറെഡി ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യുക. സോ ബെയർ ഹാൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ല തിരുമ്മി പിടിപ്പിക്കുക ചിക്കനിലെല്ലാം കൂടിയായിട്ട്. വൺസ് ഇതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റിങ്ങിന് വേണ്ടി വയ്ക്കുക. മീൻവൈൽ തന്നെ നമുക്ക് അടുത്ത പ്രിപ്പറേഷനായ റൈസിൻ്റെ പരിപാടിയിലേക്ക് പോകാം. പിന്നെ മന്തി എന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ഇച്ചിരി നമ്മുടെ മസാലയുടെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ചിലർ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്. സോ ഇത് ഓപ്ഷണലാണ്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് ഒരു ഗ്രേവിയും ഇതിൻ്റെ വാട്ടറും ഓയിലും എല്ലാം കൂടി മിക്സായി വരുന്ന ഗ്രേവി നമ്മൾ കുറച്ച് മാറ്റി വെച്ച് അവസാനം റൈസിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. സോ കൊക്കനട്ട് ഓയിൽ മാക്സിമം യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക മന്തി പ്രിപ്പറേഷനിൽ. പിന്നെ എൻ്റെ പാത്രം ചെറുതായത് കാരണം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റി. സോ സെയിം ചിക്കൻ മാരിനേറ്റ് ചെയ്തിരുന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളവും എടുത്തു. ഉണക്ക നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് പച്ച നാരങ്ങ എടുത്തിട്ട് കൊടുത്തു. പിന്നീട് കുറച്ച് ഹോൾ സ്പൈസസും അതിനകത്തോട്ട് ആഡ് ചെയ്തു. പിന്നെ ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു ചിക്കൻ ക്യൂബ് കൂടി പൊട്ടിച്ചിടാനുള്ള പരിപാടിയിലായിരുന്നു. കൈയെല്ലാം നനഞ്ഞിരുന്നത് കാരണം ആ ചിക്കൻ ക്യൂബ് എന്ത് ചെയ്താലും പൊട്ടുന്നില്ല. അവസാനം കത്തി എടുക്കേണ്ടി വന്നു. അപ്പോഴത്തേക്കും സംഭവം സെറ്റായി. അതും കൂടി പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു ചെറിയ ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിയാണ്.
പിന്നെ അവസാനമായിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്വല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക, സെയിം ആസ് സൺഫ്ലവർ ഓയിൽ. അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ റൈസ് തമ്മിൽ ഒട്ടുകയില്ല. ഈവൻ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും റൈസ് തമ്മിൽ ഒട്ടുകില്ല. സോ ബിരിയാണിയിൽ നമ്മൾ മോസ്റ്റ്ലി അങ്ങനെയാണ് ചെയ്യുന്നത്, നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. ഇതിൽ ഇതർ നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് ഇത് വെള്ളത്തിന് ഉപ്പ് കണ്ടൻറ്റ് നോക്കുക. കാര്യം ഉപ്പ് കറക്റ്റ് നമ്മൾ മുമ്പേ ഇട്ട് കൊടുത്തതിന് ശേഷം ബോയിൽ ചെയ്യാൻ നോക്കുക. കറക്റ്റ് ആ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ആ വെള്ളത്തിലുണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ റൈസിനകത്ത് മൊത്തം ഉപ്പിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കും. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ മൊത്തത്തിൽ പാളിപ്പോവും. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈവൻ ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. വൺസ് ചിക്കൻ ഒരു സൈഡിൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാവും ചിക്കൻ. വേറെ എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട. കാര്യം ചിക്കനകത്ത് വാട്ടർ ഉണ്ടെങ്കിൽ അത് ലൂസ് ഔട്ട് ആയിരിക്കും. അതാണ് നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത്. അടുത്ത സൈഡിൽ നമ്മുടെ റൈസിൻ്റെ പ്രിപ്പറേഷനും ഇതേപോലെ നടന്നു പോകുന്നുണ്ട്. വൺസ് വെള്ളം നല്ലപോലെ ബോയിലാകുന്ന സമയത്ത് വേണം നമ്മുടെ റൈസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. ഓൾറെഡി റൈസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. സോ വൺസ് വെള്ളം ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് റൈസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 8 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ തയ്യാർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്ന് നമുക്ക് ഡെയിലി ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടില്ല. ചിലപ്പം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി പോകുന്നത് കാരണം ഇതൊരു 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് എങ്ങനെയായാലും ഓടിപ്പോകും. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റൗ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. സോ അതിൽ നിന്നുള്ള ഗ്രേവി എടുത്ത് മാറ്റുന്നത് ഞാൻ വീഡിയോയിലായിട്ട് ഇട്ടിട്ടില്ല. പക്ഷേ അവസാന ഭാഗത്ത് ഞാനത് ആഡ് ചെയ്യാം. ജസ്റ്റ് റൈസിൻ്റെ മുകളിൽ ഞാൻ ഗ്രേവി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. സോ ചിക്കൻ ഓൾമോസ്റ്റ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി റൈസ് നമുക്കൊരു 80% അടുപ്പിച്ച് കുക്കായാൽ മതി. 80% ആകുമ്പോഴത്തേക്കും ബാക്കി 20% ഒരു ദമ്മ് പോലെ കിടന്നങ്ങ് വെന്തോളും. സോ വൺസ് 80% കുക്കായതിന് ശേഷം നമ്മളൊരു നല്ല ഡ്രെയിനർ എടുത്തതിന് ശേഷം ഇത് നേരെ അതിലോട്ട് തട്ടുക. കുറച്ച് സമയം കൊണ്ട് തന്നെ വെള്ളം മൊത്തം ഊറ്റിയതിന് ശേഷം നമുക്ക് നേരെ ദമ്മാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഡ്രെയിനിങ് പ്രോസസ്സാണ്. ഡ്രെയിൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു 2 or 3 minutes വെയിറ്റ് ചെയ്യുക. അപ്പം കംപ്ലീറ്റ്ലി അതിനകത്തുള്ള വെള്ളം മൊത്തം ഊസ് ഔട്ടായി പോയിക്കോളും. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ്റെ മുകളിലേക്ക് ഈ റൈസ് എല്ലാം കൂടി വാരി വിതറി കൊടുക്കുക. ബോട്ടൻ്റെ ഇനി ആ നാരങ്ങ നമുക്കവിടെ ആവശ്യമില്ല. നാരങ്ങയുടെ ഫ്ലേവർ അതിനകത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇനി ആ നാരങ്ങ എടുത്ത് കളഞ്ഞേക്കാം. അതർവൈസ് ആ നാരങ്ങയുടെ തൊലി എല്ലാം കൂടി കിടന്ന ഒരു ചവർപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ആ നാരങ്ങ 3 പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 3 എടുത്ത് നമ്മൾ മാറ്റുക. ഇതിൽ വേറെ നമ്മൾ ഫുഡ് കളറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇത് നോർമൽ ആസ് യൂഷ്വലിയാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഗ്രേവി എടുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നത്. അത് ജസ്റ്റ് ആ റൈസിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസിനും എന്താണെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ കയറി വരുന്നതായിരിക്കും. സോ വൺസ് ഇതൊന്ന് ലെവലാക്കി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 4-5 പച്ചമുളകും കൂടി കുത്തി വയ്ക്കുക. കാര്യം ചിലർക്ക് ഇച്ചിരി സ്പൈസി ആവശ്യമുണ്ടെങ്കിൽ റൈസിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടി എടുത്ത് ഇടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഇതാണ് മന്തിയുടെ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 10 minutes നമ്മൾ സ്റ്റൗവിലൊന്ന് അടച്ചു വയ്ക്കുക. ഇതിൻ്റെ ഇടയിൽ നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തക്കാളി മിൻറ്റിൻ്റെ ചട്നിയുണ്ട്. സോ അതിന് സിമ്പിളാണ്. ഒരു 2 ടൊമാറ്റോ, അതേപോലെ തന്നെ ഒരു 2-3 പച്ചമുളക്. അത് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിരിക്കും. സോ ഒത്തിരി എരിവ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മിൻറ്റ്, പിന്നെ ഞാൻ അഡീഷണലായിട്ട് കുറച്ച് ജീരകവും കൂടി അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്. ജീരകവും പിന്നെ ഒരു ഹാഫ് ലെമണും കൂടി ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ എല്ലാം കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടി വരും. ക്രഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഹാഫ് ഒണിയനും കൂടി വയ്ക്കുക. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒണിയനും കൂടി അതിനകത്ത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യമെന്ന് പറഞ്ഞാൽ ഒണിയനും പേസ്റ്റായി കഴിയുമ്പോൾ ഒരു കണ്ണിനെല്ലാം കൂടി ഒരു എരിച്ചിലായിരിക്കും കയറി വരുന്നത്. ഇത് ജസ്റ്റ് ലൈക്ക് ഒരു ക്രഷിനെസ്സിന് വേണ്ടിയാണ്. വൺസ് ഇതൊന്ന് നമ്മൾ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഈ ഒണിയനും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഒരു ചെറിയ ബ്ലെൻഡ് അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ ചട്നി ഏകദേശം സെറ്റായി വരുന്നതായിരിക്കും. അത് ഈ മന്തി റൈസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ തന്നെ ചെറിയൊരു പുളിപ്പ് ഈ ചട്നിക്ക് വരും. സോ ഒരു ആൾട്ടർനേറ്റീവ് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക.
പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എരിവ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും പച്ചമുളക് ആഡ് ചെയ്യാം. സോ ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മന്തിയുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, സി യു.